ഹലോ ഗൈസ്, ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് അണ്ണൻ ഈസ് ബാക്ക് വിത്ത് 45th എപ്പിസോഡ് ഓഫ് ലൈഫ് അപ്ഡേറ്റ്സ്. കൺസിസ്റ്റൻസി ബ്രേക്ക് ആയതിന് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ആൻഡ് വീഡിയോ ബ്രേക്ക് ആയതിന്റെ കാരണം ഇനി വരുന്ന എപ്പിസോഡുകളിൽ നിന്ന് മനസ്സിലാവും. കാലത്ത് ഒരു 6 മണിയായപ്പോൾ തന്നെ ഞാനും കീർത്തനും മാനന്തവാടി എത്തി. തിരുനെല്ലി ബസ് വരാൻ 6:30 പ്രകൃതി മനോഹരമായ വഴികളിലൂടെ ഓടി ബസ് തിരുനെല്ലി എത്തി. അവിടെ ഇറങ്ങുന്ന പവർ ബൂസ്റ്റ് ചെയ്തിട്ട് നേരെ ഐബിയിലേക്ക് നടന്നു. നമ്മുടെ ബാക്കി ടീമെല്ലാം ഇന്നലെ ഇവിടെ എത്തി ട്രക്കിങ്ങും കഴിഞ്ഞ് ഒടിഞ്ഞു കുത്തിയിരിപ്പാണ്. നമ്മളെത്തി ഫ്രഷായി ഡ്രസ്സും മാറി ഫുഡും കഴിച്ച് നേരെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങി. ഷിബിലിയും മാഷും നന്ദസോടൊക്കെ ക്ലീനിങ്ങും ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. എല്ലാവരും കൂടി അണ്ണനിങ്ങനെ വീഡിയോ എടുത്ത് അരിവെച്ച് നടന്നു. അതും കഴിഞ്ഞ് എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് ഐഡിയ പിച്ചിങ് തുടങ്ങി. ഇതാണ് നമ്മുടെ ടീം. എല്ലാവരും ഇൻട്രോഡ്യൂസ് ചെയ്യാം. ഇത് വിർച്ചു, ഇത് ചുക്കു, ഇത് വിഷ്ണു, ഇത് നെഗ്ഗ, ഇത് ലിബിൻ, ദിസ് ഈസ് കണ്ടൻ, ഇത് കിത്തുക്കുട്ടി, പിന്നെ അണ്ണനും. ഓക്കെ, ഈ കാണുന്ന ഓഫീസിന് ചുറ്റും പടം വരക്കാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. അതിന്റെ ഒരു സൈഡിൽ മുളങ്കാട്ടിൽ നിൽക്കുന്ന തിരുനെല്ലിക്കാർക്ക് ഏറ്റവും സുപരിചിതനായ കണ്ണനും, രണ്ടാമത്തെ സൈഡിൽ മരത്തിലിരുന്ന് വിശ്രമിക്കുന്ന പുള്ളിപ്പുലിയും, മൂന്നാമത്തെ സൈഡിൽ ബ്രഹ്മഗിരിയുടെ സ്വന്തം വാച്ച് ടവറും ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെ എല്ലാവരും കൂടി സ്കെച്ചിങ് കഴിഞ്ഞ് നോക്കുമ്പോൾ ദേ നിൽക്കുന്ന സാക്ഷാൽ കണ്ണൻ. എല്ലാവരുടെ ഉള്ളിലും പേടിയും എക്സൈറ്റ്മെന്റ് ഒക്കെ ഒരേപോലെ വന്ന് പറയാൻ തുടങ്ങി. പേടിയാണെങ്കിലും കുറച്ചുകൂടെ അടുത്തേക്ക് പോയി നിന്ന് കണ്ടു. ഒരു ജഗജില്ലി തന്നെ അവന് വാല് പകുതിയുള്ളൂ. അതാണ് അവന്റെ ഐഡന്റിറ്റി. വാലാട്ടുന്ന കാണുമ്പോൾ ഒരു കുഞ്ഞാനിരുന്ന് തുമ്പിക്കൈയിട്ട് ആട്ടുന്ന പോലെ തന്നെയുണ്ട്. അങ്ങനെ കണ്ണൻ്റെ ലീലാവിലാസങ്ങളെല്ലാം ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്ന് കണ്ടിട്ട് ബാക്ക് ടു വർക്ക്. സ്കെച്ചിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് പെയിന്റ് എല്ലാം എടുത്ത് കലക്കി അടിക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത ക്യാരക്ടറിന്റെ എൻട്രി. ഇവനാണ് കിച്ചു, ഐബിയുടെ സ്വന്തം മലയാളം. ഇവനിങ്ങനെ ഇടക്കിടക്ക് വിസിറ്റിംഗ് നടത്തും. ആൻഡ് ഹീ ഈസ് വെരി ഫ്രണ്ട്ലി. ഉച്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി പോയി ഫുഡ് കഴിച്ച് തിരിച്ചു വന്ന് വീണ്ടും പെയിന്റ് എടുത്ത് തുടങ്ങി. സന്ധ്യ ആയപ്പോൾ ഫസ്റ്റ് കോട്ടൊക്കെ ഏകദേശം ഫിനിഷ് ആയി. ഇരുട്ടൂണപ്പോൾ നേരെ റൂമിലേക്ക് പോയി. കിച്ചണിൽ ചെന്ന് ചായം വെച്ച് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ട് അവിടെ സംസാരിച്ചിരുന്നിട്ട് കുളിച്ച് ഫ്രഷായി മെസ്സിലേക്ക് വന്നു. വൈബിന്റെ പീക്കായിരുന്നു ഇവിടെ. ചിരിച്ച് മരിച്ച്. ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ ഇവിടെ. രാവിലെ വാങ്ങിയ മീൻ ഷെബിലി എടുത്ത് ഫ്രൈ അടിച്ചു. അങ്ങനെ അതും കൂടി ഡിന്നർ കഴിച്ചിട്ട് വട്ടം കൂടി ഇരുന്ന് കഥ പറയാൻ തുടങ്ങി. അപ്പോൾ വരുന്നു തേന്നെല്ലിക്ക. അണ്ണം കഴിച്ചില്ല. പിള്ളേരെല്ലാം സ്കെച്ച് ബുക്ക് ആയിട്ടാണ് വന്നത്. ഷിബിൽ സാറിനെ മോഡലാക്കി ലൈവ് പോർട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ചെന്നൈ ഫൈൻ ആർട്സ് കോളേജിലെ പെരിയ ആർട്ടിസ്റ്റ് ആണ് ഇവര്. അങ്ങനെ വരച്ചും ചിരിച്ചും കഥ പറഞ്ഞിരുന്നു. 1 മണി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി പോയി കിടന്നുറങ്ങി. കഥകൾ ഇവിടെ തീരുന്നില്ല. ബാക്കി നാളെ. അപ്പോൾ ബൈ.